ഹലോ വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഞാൻ പ്രസീത. സോയ ചങ്ക്സ് വെച്ചിട്ട് നമ്മൾ ബീഫിൻ്റെ അതേ ടേസ്റ്റിൽ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു മസാല ഉണ്ടാക്കുക. അതിലേക്ക് ജീരകം, പെരുംജീരകം, കുരുമുളക്, കസ്തൂരി മേത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിക്കുരുവും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. പിന്നെ അവസാനം അതിലേക്ക് വറ്റൽമുളകും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം. ഇത് നമുക്ക് വേറെ കറികൾക്കും ചേർക്കാവുന്നതാണ്. ഇനി സോയ എടുക്കുക. അതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു കുക്കറിലേക്ക് പട്ട, ഇല, ഗ്രാമ്പു അങ്ങനത്തെ മസാലകളൊക്കെ ഇട്ടിട്ട് ഒരു ടീ ബാഗ് ഇടുക. ടീ ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തുണിയിൽ തേയില ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റാക്കി കെട്ടിയിട്ടാലും മതി. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കുരുമുളകും ഉപ്പും ഇട്ടിട്ട് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന സോയ നന്നായിട്ട് പിഴിഞ്ഞ് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം നമുക്ക് വേറെ ചേർക്കാം. ഇത്ര ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കാൻ വെക്കാം. കുക്കറിൽ വേവിക്കാൻ വെക്കുന്ന സമയത്ത് 2-3 വിസിലെടുത്താൽ മതി. അധികമൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് നമുക്ക് വേവിക്കാൻ വെക്കാം. കുരുമുളക് ചതച്ചൊന്നും ഇടരുത്, അതുപോലെ ഇടാൻ തന്നെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഒരു ഗ്രേവി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. പിന്നെ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം. ഈ ബീഫ് കറിയിലൊക്കെ ഉള്ള പോലെ തന്നെ തേങ്ങാക്കൊത്ത് എടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഒരു ബ്രൗൺ കളർ ആവുന്ന ടൈമിലേക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കുക. ഒരു സവോള നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആകുക. ഇതൊന്ന് വഴഞ്ഞു വരുന്ന സമയത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ചതച്ചത് ഇട്ടാലും കുഴപ്പമില്ല. നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ചേർക്കാം. വഴന്നു കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് പൊടികളാണ് ഇടേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന മസാല ചേർക്കുക. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ സോയ വേവിച്ച് വെച്ചിരിക്കുന്നത് ചേർക്കണം. ടീ ബാഗ് എടുത്ത് കളയാൻ മറക്കരുത്. വെള്ളം ഉൾപ്പെടെ വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ആ മസാലയൊക്കെ സോയയിൽ വരുന്ന രീതിയിലാക്കുക. ഇതൊന്ന് കുറുകി വരുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ചെറിയ ചൂടുള്ള വെള്ളമാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മല്ലിപ്പൊടി ചേർത്തിട്ടില്ലായിരുന്നു, മല്ലിപ്പൊടി ചേർക്കുക. അല്ലെങ്കിൽ ആ മസാലയിൽ മല്ലി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ആ കിഴങ്ങ് വേവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇനി ഈ ഉരുളക്കിഴങ്ങ് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് നമ്മളൊരു കത്തി വെച്ചിട്ടൊന്ന് മുറിച്ച് കൊടുക്കുക. നന്നായിട്ട് മുറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. അവസാനം കുറച്ച് മല്ലിയിലയും കൂടി തൂവിയിട്ട് അടച്ച് വെക്കാം. അപ്പോൾ നമുക്കൊരു നോക്കിയിട്ട് തിരിച്ചു വരാം. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് തിന്നാൻ പറ്റുന്ന സോയയുടെ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്